അപ്പോൾ നമ്മളിപ്പോൾ കൊടംപുളി റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലാണുള്ളത്. സോ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂർ മലയാളീസ് യൂത്തിൻ്റെ അസോസിയേഷൻ. അപ്പോൾ നമ്മൾ അത് ഇപ്പോൾ വയനാട്ടിലേക്ക് കൊണ്ടുപോവാണ്, മേപ്പാടിയിലോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. സോ നമ്മളിവിടുന്ന് ഒരു 6-7 പേര് പോകുന്നുണ്ട്, നമ്മുടെ 2 മെമ്പേഴ്സ്. അപ്പം ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. സാധനങ്ങളൊക്കെ കയറ്റാനും ഒക്കെ ആയിട്ട് ടൈം എടുത്തു. നമ്മൾ 5 മണി തൊട്ട് കുറേ ക്വാണ്ടിറ്റീസ് ഉണ്ടായിരുന്നു. സോ എല്ലാം കയറ്റി വന്നപ്പോഴത്തേനും ടൈമായി. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ 7 മണിയായി. വൈകുന്നേരം ഒരു 4 മണി 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തും. പുറകിൽ വണ്ടി ട്രക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ വേറൊരു കാറും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളിവിടെ മുണ്ടക്കയം എത്തിയിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര മഴയാണ്, 4 മണിക്കൂറായിട്ട് മഴയാണെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ 80ഓളം ക്യാമ്പുകൾ 2 പഞ്ചായത്തിലായിട്ട് ഉണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കും സാധനങ്ങളും നമ്മൾ കളക്ട് ചെയ്ത സാധനങ്ങളെല്ലാം ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുള്ള സ്പേസിൽ കിട്ടിയ സാധനങ്ങളെല്ലാം പെറുക്കി വെച്ചിട്ടുണ്ട്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക, അത് അവരെല്ലാം നനഞ്ഞിട്ടുണ്ട്. പല ആൾക്കാർക്കും ഉണ്ടല്ലോ ടിവിക്കകത്ത് കണ്ടോ മൊബൈലിനകത്ത് കണ്ടോ ഉള്ള അനുഭവങ്ങൾ എന്താണ് ആക്ച്വലി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞാല് രക്ഷാപ്രവർത്തനം ഒരു 15ാമത്തെ ദിവസമായി. അപ്പോൾ ഇനിയിപ്പോ ഒരു 124 പേരെയും കൂടി കിട്ടാണ്ട് 124 പേര്. ടോട്ടൽ എത്ര പേർക്കാണ് അപകടം പറ്റി അങ്ങനെ ഏകദേശം ഇപ്പോൾ നമ്മളെ കണക്ക് നോക്കുകയാണെങ്കിൽ 595 പേര് 595 പേരാണ് മരണപ്പെട്ടതും മിസ്സായതും. അതിലാണ് ഈ 124 പേരെ കിട്ടാണ്ട്. അതെ അല്ലേ? അപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ വരുന്ന കണ്ടു, ഒരുപാട് വണ്ടികളും കാര്യങ്ങളും പോകുന്നത് കണ്ടു. അപ്പോ ഇവിടെ എല്ലായിടത്തും ഫുഡും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് എത്തുന്നുണ്ട്. ഫുഡ് ഫസ്റ്റ് ടൈമിൽ എത്തിയിരുന്നു. ആ വൈറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഒരു ടീമുണ്ടാകും, നല്ല ഫുഡും കാര്യങ്ങളും എത്തിയിരുന്നു. അവരായിരുന്നു ഏറ്റെടുത്തത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും എത്താൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങൾ റിസോർട്ടുകാരൊക്കെ കൂടിയിട്ട് ഇവിടെ ഒരു കിച്ചൺ ഉണ്ടാക്കിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ എത്തിച്ചിരുന്നു. അതല്ലേ? കുടുംബത്തിൽ എത്ര ആൾ പോയി? 21 അല്ലേ? അപ്പം ഇനിയിപ്പോൾ ഇതേപോലെ നിങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാർ സഹായിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പം ക്യാമ്പിലേക്കോ ഇപ്പം കൊണ്ടുവന്നിട്ട് കാര്യമല്ല. ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ വീടുകളിലേക്ക് മാറ്റും. ഇപ്പോൾ വാടക വീട് എടുത്ത് മാറ്റാനുണ്ട്, അവരെ മാറ്റി കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഇപ്പോൾ ബാധിച്ചവർക്ക് നമ്മളെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാം. എന്താണ് ആവശ്യം, അത് ആവശ്യം നമുക്ക് അവരോട് തന്നെ ചോദിച്ചിട്ട് എന്താവശ്യം ഉണ്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കട്ടിലുണ്ടാവില്ല, ബെഡ് ഉണ്ടാവില്ല, അങ്ങനെയുള്ള അലമാര അങ്ങനത്തെ എന്താണോ. നമ്മളിപ്പോ അങ്ങനെയാണ് നമ്മുടെ സാധനങ്ങൾ ഡയറക്റ്റ് വീടുകളിലേക്കാണ് ക്യാമ്പിലേക്കല്ല. അതെ ഒരുപാട് സാധനങ്ങൾ കുന്നുകൂടി കിടക്കുന്നുണ്ട്. അത് അർഹതപ്പെട്ടവരെ കയ്യിലെത്തൂല. ഇപ്പൊ പിടിച്ചു പറയാണ്. അർഹതപ്പെട്ടപ്പോ നമ്മൾ റാഫീനെ കണ്ട്, റാഫീന്റെ കുടുംബത്തിൽ 21 പേരാണ് മരണപ്പെട്ട്. അങ്ങനെ പോയവരത്താണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇനിയിപ്പോൾ നിങ്ങളെ ആരുണ്ടെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ആരുണ്ടെങ്കിലും വരികയാണെങ്കിൽ അർഹതപ്പെട്ടവർക്ക് കൊണ്ടാക്കി കൊടുക്കാം. വീടുകളിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ അവര് എന്താണ് ആവശ്യം അവർക്ക് ലിസ്റ്റ് എടുത്തിട്ട് അത് എത്തിച്ചു കൊടുക്കാം. കോണ്ടാക്ട് ചെയ്യാനാണെങ്കിൽ വേണമെങ്കിൽ ഇവരെ തന്നെ വിളിച്ചാൽ മതി. പകുതിക്ക് വെച്ച് വേറെ വണ്ടി കയറണം അല്ലേ? അതെ, കയറണം. എല്ലാം ഭയങ്കരമായിട്ട് എല്ലാവരുടെയും മനസ്സിൽ നല്ല ഭയത്തിലാണ് എല്ലാവരും. ശരിക്കും ഇതിന്റെ എന്തായാലും നമ്മള് വീഡിയോ കാണുമ്പോഴല്ലോ ഒന്നും വന്നിട്ട് മണ്ണിടിച്ചൽ വന്നിട്ട് ഇവിടെ എല്ലാം ഇവരുടെ ഈ ഒരു ടൗൺ മുഴുവനും നശിച്ചു പോയി. ഇവിടുത്തെ വീടും കാര്യങ്ങളും എല്ലാം പോയി. കണ്ടോ? ചൂരൽമല അമ്പലം ആ തറ കാണുന്നല്ലേ? നമുക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് കാണാം ചെളിയുണ്ടല്ലോ, ചെടിയുടെ ആ ഒരു സ്മെല്ലാണ് മൊത്തത്തിൽ. ഇവരിതൊക്കെ ക്ലീൻ ചെയ്തതാണ്.
ഇതാണ് നമ്മുടെ മുണ്ടക്കയും ഉരുൾപൊട്ടിയ ആ ഒരു എക്സാക്ട് ലൊക്കേഷൻ. ഇപ്പോഴും ഇവിടെ മഴയാണ്. നമുക്കൊരു 4 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥലത്ത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ സഹിക്കില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് കണ്ടിട്ട് നമ്മൾ ടി വിയിലൊന്നും ഒന്നും അല്ല. ഇഷ്ടപ്പെട്ട് നമ്മളൊരു ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു. പുള്ളിയുടെ ഫാമിലിയിൽ 21 പേരാണ് ഒറ്റ നിമിഷത്തിന് പോയത്. പുള്ളിക്കാരനിപ്പോൾ ഒറ്റയ്ക്കാണ്, വീടില്ല, സ്വന്തമായിട്ടൊരു ആധാർ കാർഡ് പോലും പുള്ളിക്കില്ല. അത്രയ്ക്കും അവസ്ഥയാണ് ഇവിടുത്തെ. ഇവിടെ 5 സ്ഥലങ്ങളിലായിട്ടാണ് ഉരുൾപൊട്ടിയേക്കുന്നതെന്നാണ് നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത്. സോ നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇവിടെയുള്ള ഈ കാണുന്നത് സ്കൂളാണ്. ആ ഒരു നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സ്കൂളാണിത്. എത്ര പേര് പോയിട്ടുണ്ടെന്നും ഇപ്പോഴും എത്ര പേരെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നും ഒന്നും ഒരു വിവരവും ഇല്ല. ഓക്കെ, അമ്പലം ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാവും. ഇവൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ടിട്ട് നമ്മൾ ഓരോരുത്തർക്കും സംസാരിക്കുമ്പോൾ അവരുടെ ഫാമിലി പോലും ഇല്ലാതെ അവരുടെയൊക്കെ ആ ഒരു ഇത് കാണുന്ന സമയത്ത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം നമ്മൾ ഉരുൾപൊട്ടിയ സ്ഥലങ്ങളൊക്കെ കണ്ടു. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ട് സ്കൂളും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു സ്കൂള് പോയത് കൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വരെ വന്നിട്ടുണ്ട് സംഭവം. ആ ഒരു സ്കൂളുള്ളത് കൊണ്ട് ഇങ്ങോട്ട് ആയിട്ടില്ല, അധികം എഫക്ട് ചെയ്തിട്ടില്ല. അപ്പം നമ്മളിപ്പം ഇന്നലെ കിറ്റ് എത്തിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. സോ നമ്മളവിടെ അവർ സിഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട് സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വീടുകളിലേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെയായിരുന്നു നമ്മൾ സാധനങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അവിടെ എത്തി. ഇനി ഇവിടെ കുറച്ച് പേരുണ്ട്, ചേട്ടന്മാരുണ്ട്. അവർ സിഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പോകുന്നു. നമുക്ക് നോക്കാം. ഞങ്ങൾ ഇങ്ങനെ നോക്കി പോവാണ്. നിങ്ങൾ നോക്കിയോണ്ടേ നല്ലതാ. കൊടുത്താണെങ്കിൽ ഇവര് സാധനങ്ങളൊക്കെ സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീട്ടിലേക്കും കൊണ്ടുപോകാനായിട്ട് കിറ്റായി നേരെ വെച്ചത് പാമ്പേഴ്സും സേഫ്റ്റി മിക്സ് ആണോ? ഇത് സേഫ്റ്റി മാത്രം. സേഫ്റ്റി മാത്രം. പാമ്പേഴ്സിന് ബോക്സ് താഴെ വെക്കട്ടെ. അതിന്റെ മൊത്തത്തിൽ വെച്ചാലോ? ഇത് അവര് നമ്മളൊരു ഫാമിലിക്ക് കൊടുക്കാനുള്ള കിറ്റാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കിറ്റിൽ എന്തൊക്കെയുണ്ട് ചേട്ടാ? ഇതില് ഒരു ബ്ലാങ്കറ്റ്, പിന്നെ കുട്ടികൾക്കുള്ള ഡ്രസ്സുകള്, പിന്നെ അതുപോലെ ഒരു ഷർട്ട്, ചുരിദാറുണ്ട്, ഷർട്ടുണ്ട്, പിന്നെ 3 ജോഡി ചെരുപ്പ്, ജെൻസിന്റെയും ലേഡീസിന്റെയും, പിന്നെ കുട്ടികൾക്കുള്ള ഒരു ചെരുപ്പുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഓരോരോ ഫാമിലിയിലേക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്, കിറ്റാക്കി കൊടുക്കുന്നത്. ഓക്കെ, ഡ്രസ്സസ് ആണ് ഇത്. ഇത് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ഓരോ ഡ്രസ്സസും എടുത്ത് അത് യൂസ്ഡ് ആണോ അൺയൂസ്ഡ് ആണോ നോക്കി, ഫ്രഷ് ആണോ നോക്കി അതിന് ശേഷമാണ് പാക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഡ്രസ്സൊക്കെ കൊടുക്കുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കുക. സോ യൂസ്ഡ് ഡ്രസ്സൊന്നും മാക്സിമം കൊടുക്കാതിരിക്കുക. ഓക്കെ, രാവിലെ തൊട്ട് സെഗ്രിഗേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് നമ്മൾ കിറ്റായിട്ട് ഓരോരോ വീട്ടിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒരു ബ്ലാങ്കറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അവർക്കുള്ള മുണ്ട്, ഷർട്ട്, ഒരു
ക്ലോത്ത്സ് വരുന്നുണ്ട്, സാനിറ്ററി പാഡ്, ചെരുപ്പ്, പിന്നെന്താ അങ്ങനെ അവരുടെ ഒരു ചെരുപ്പ്, കൊച്ചിൻ്റെ ബേബി ചപ്പൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു വീട്ടിലേക്ക് ഞങ്ങൾ 2 കിറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് സ്റ്റേഷനറി സാധനങ്ങൾ, അരി, അതുപോലെ തന്നെ പഞ്ചസാര, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, നമുക്ക് വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യമുള്ള ചായപ്പൊടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ അങ്ങനെയാണ് നമ്മൾ ഇപ്പം ചെയ്തേക്കുന്നത്. ഇനി ഇത് ഓരോരോ വീട്ടിലേക്ക് നമ്മൾ എത്തിക്കും. എന്താ ചേട്ടാ, നമ്മുടെ ഈ രണ്ടാമത്തെ കിറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? അരിയുണ്ട്, ചായപ്പൊടിയുണ്ട്, ബിസ്ക്കറ്റ്, പാഡ്, ഓയിൽ, മുളക് പൊടി, ഇങ്ങനത്തെ കറി മസാല ഐറ്റംസ് ആണ്. ഓക്കെ, ശരി. അപ്പം നമ്മൾ വന്നിട്ടുള്ള കാര്യം ഏകദേശം കംപ്ലീറ്റ് ആയി. സോ ഇനി അത് ക്യാമ്പിലേക്ക് എത്തിക്കാനാണ്. സോ നമുക്ക് എല്ലാവർക്കും പോയി അത് എത്തിക്കാനുള്ളൊരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് അത് ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട്. സോ അത് അവർ നന്നായിട്ട് ചെയ്തു തരും. അപ്പം നമ്മൾ പോവാണ്. അപ്പം ഇതിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഇതിലെ പാർട്ടായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടു തന്നു. അപ്പം അവരെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഇവിടെ വരാനും ഇതൊക്കെ ചെയ്യാനും ഒക്കെ പറ്റിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പം താങ്ക് യു സോ മച്ച്.